നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൊണ്ടുവരാൻ മറക്കരുതേ. ഇല്ല. വരും മാഡം. വരുന്ന വഴിക്ക് എല്ലാവരും പിക്ക് ചെയ്തു. അല്ല, ഇനി ആരെങ്കിലും വരാനുണ്ടോ? എല്ലാവരും ആയില്ലേ? പുറപ്പെടാം. ഇനി ആരുമില്ല. പ്രിയഞ്ചേട്ടാ, എന്റെ നാട്ടിലേക്ക് ഉത്സവം കാണാൻ പോവാന്ന് അമ്മയോട് പറഞ്ഞായിരുന്നോ? പറഞ്ഞു. അമ്മയോട് പറയാതെ എനിക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോ അമ്മ എന്താ പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആ ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാട് കഴിപ്പിക്കണം, അമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. സത്യമാണോ പറയുന്നേ? ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? ബാക്കി സംസാരമൊക്കെ പോകുന്ന വഴിക്കാവാം. എല്ലാരും വണ്ടി കയറി ലഗേജ് ഇങ്ങത്തെ ഇങ്ങത്താ ഇങ്ങ തന്നെ. എന്താടി? ഹലോ ചേട്ടാ, കിച്ചു ബൈക്കിന് വീണു. തലയെടുത്ത് വീണത്. ആരൊക്കെ ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. താഴെ വീട്ടിലെ പവിയെ വിളിച്ച് പറഞ്ഞ്. എപ്പോ? ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുള്ള പവി പറഞ്ഞ്. എനിക്ക് പേടിയാവുന്നു. നിങ്ങൾ പെട്ടെന്ന് വാ. പേടിക്കാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ വരാം. മനു, എന്താ നീങ്ങ് വന്നേ. വന്നേ. എന്താ കിച്ചുവിന് ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. ആശുപത്രിയിലാണ്. എനിക്ക് പോണം. നീ ട്രാവൽസിൽ വിളിച്ച് വേറെ ഡ്രൈവറെ അറേഞ്ച് ചെയ്യാൻ പറ. എല്ലാരും ഓട്ടം പോയിരിക്കേട്ടാ. ആരും ഫ്രീ ആയിട്ടില്ല. എവിടെ നിന്നെങ്കിലും അറേഞ്ച് ചെയ്ത് തരാൻ പറയും. അവൾ അവിടെ കിടന്ന് കരയുക. ഞാൻ പോവുക. എന്നാ ശരി. ഈശ്വര, എന്ത് ചെയ്യും? വേറെ ഡ്രൈവറെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തില്ലെങ്കിൽ ഈ ട്രിപ്പ് നഷ്ടപ്പെടും. ലോങ് ട്രിപ്പാ. മാത്രമല്ല 5 ദിവസത്തേക്കാ ഓട്ടം വിളിച്ചിരിക്കുന്നത്. ഈ ട്രിപ്പ് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ആരെ ഒന്ന് വിളിക്കുക. ഇവിടെ വന്ന് നിൽക്കാണോ? വാ, എല്ലാരും വണ്ടിയിലോട്ട് കേറ്. വാ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. വണ്ടി എടുക്കല്ലേ. മുക്ത, ലഗേജ് ഒക്കെ ഉണ്ടല്ലോ. ബിസിനസ് ടൂർ ആണോ? അരുതിന്റെ കൂടെ ആണോ? അയ്യോ അല്ല, ബിസിനസ് ടൂർ ഒന്നും അല്ല. ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ. ഇവളെ എന്തിനാ കെട്ടിയെടുക്കുന്നത്? മൊത്തം കുളമാക്കാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നത്. പറു, ഉത്സവം കാണാൻ നീ ഇവളെയും ക്ഷണിച്ചിരുന്നോ? ഞാനോ? ഇവളെയോ? ഞാൻ ഇവളെ ക്ഷണിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ നിന്റെ വീട്ടിലേക്കല്ലേ പോകുന്നേ. നിനക്ക് അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാവുമല്ലോ. അത് തകർക്കാനുള്ള പരിപാടിയായിരിക്കും. ഈശ്വര, എല്ലാവരും ഇപ്പൊ വണ്ടിയിൽ കയറും. ഡ്രൈവർ എവിടെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? പെട്ടെന്ന് വിളിച്ചാ വരുന്ന ഡ്രൈവർ ആരാ ഉള്ളത്? മുക്ത, 1 മിനിറ്റ്. മുക്ത, കമ്പനിയിൽ നീ ഉണ്ടെന്ന ധൈര്യത്തിലല്ലേ ഞാൻ പാർവതിയുടെ കൂടെ പോകുന്നത്. നീ ഞങ്ങളുടെ കൂടെ വന്നാ എങ്ങനെയാ? കരുണാകരൻ ഉണ്ടല്ലോ, അയാള് നോക്കിക്കോളും. കരുണാകരൻ പ്രൊഡക്ഷൻ അല്ലേ നോക്ക. ഓഫീസ് വർക്ക് മാനേജ് ചെയ്യാൻ അയാൾക്ക് കഴിയില്ലല്ലോ. കമ്പനിയിൽ നീ ഉണ്ടാവണം മുക്ത. ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലാതെ നടന്നോളും കൈലാഷ്. എവിടാ ആണോ? ഒരു ലോങ് ട്രിപ്പ് ഉണ്ടാ. 5 ദിവസത്തേക്കാ. നീ ഒന്ന് വരുമോ? ഉത്സവം കാണാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നത്. കൈലാഷിനെ ഓർത്ത് മാത്രം. എന്നെ ഓർത്തോ? എനിക്ക് മനസ്സിലായില്ല. പാർവതിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അവളുടെ അച്ഛനോട് പറയാൻ വേണ്ടിയല്ലേ നീ പോകുന്നത്. അയാളത് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോന്നൊന്നും നമുക്കറിയില്ലല്ലോ. അയാളെ കൺവിൻസ് ചെയ്യിക്കാനും നിന്നെ സപ്പോർട്ട് ചെയ്യാനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവണം. ശരിയാ, നീ കൂടെ ഉണ്ടെങ്കിൽ അതെനിക്കൊരു ബലവും ധൈര്യമൊക്കെ.